ഡെയിലി ജീവിതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അവിടുന്ന് എല്ലാറ്റിനെയും കൃപയോടെ പരിപാലിക്കുന്നു. ജീവിതത്തിൻ്റെ അനുദിനമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ വലിയ ഒരു പരിപാലനം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. നിസ്സഹായ അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന് സാധിക്കാതെ നാം നിൽക്കുമ്പോൾ ദൈവം ആരെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ സഹായമായിട്ട്, ഒരു വലിയ കരുതലായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അയക്കും. ആ പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിക്കുവാൻ, ആ പ്രയാസങ്ങളിൽ നിന്നും ഒന്ന് മാറിപ്പോകുവാൻ ഒക്കെയായിട്ട് ദൈവം ഒരുക്കുന്ന വലിയൊരു കരുണയുടെ തലമുണ്ട്. ആ കരുണയെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവാണ് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മളായിരിക്കുവാനും ആ കാരുണ്യം കൂടുതൽ ദൈവാനുഭവമാക്കി അനുദിനമായ നമ്മുടെ ജീവിത മേഖലയിൽ ക്രമീകരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിതത്തെ ഒരുക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. ആ വലിയ ഒരു ഒരുക്കമാണ് അനുദിനമായ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായി വേണ്ടത്. ഈ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വലിയ പ്രതിസന്ധികൾ ഇന്ന് നേരിടുന്ന ഒരു കാലഘട്ടമാണ്. അത് ജോലി സംബന്ധമായ കാര്യങ്ങളായിരിക്കാം, രോഗമേഖലയിലായിരിക്കാം, കുടുംബ പ്രശ്നങ്ങളായിരിക്കാം, മദ്യപാനം, ലഹരി വസ്തുക്കൾക്ക് മേഖലയിൽ ഉണ്ടാകുന്ന ദുശ്ശീല മേഖലയിൽ അടിമത്തത്തിൻ്റെ അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ കുടുംബങ്ങളിൽ മക്കളെക്കുറിച്ച് ആകുലതകളായിരിക്കാം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ ഒരു കാലഘട്ടങ്ങളിൽ അതിനെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്ന ഒരു ആത്മീയ ബലമെന്ന് പറയുന്നത് ദിവ്യകാരുണ്യമാണ്. ആ കാരുണ്യത്തിന് മുൻപിൽ നമ്മളായിരിക്കുമ്പോഴാണ് നമ്മുടെ ആന്തരിക മനുഷ്യൻ ബലപ്പെട്ട് കിട്ടുന്നത്. ആന്തരിക മനുഷ്യൻ ബലപ്പെട്ട് വരുമ്പോഴാണ് ജീവിതമായിരിക്കുന്ന മേഖലയിലെ പ്രതിസന്ധികളെ നമുക്ക് അതിജീവിക്കുവാൻ കഴിയുന്നത്. അങ്ങനെ അതിജീവിക്കുവാൻ നമ്മുടെ മനസ്സിനെ, നമ്മുടെ ആത്മീയ മേഖലയെ നമ്മൾ ഒരുക്കുമ്പോഴാണ് ജീവിതം നടന്നു പോകുന്ന മേഖലകളിൽ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ഒരു മനസ്സിൻ്റെ ഒരു വിങ്ങൽ ഒരിക്കലും നമുക്കുണ്ടാവുകയില്ല. ഒറ്റപ്പെടലിൻ്റെ ഒരവസ്ഥ നമുക്കുണ്ടാകുന്നത് ചേർത്ത് പിടിച്ചവർ, ചേർന്ന് നിന്നവർ ഒക്കെ ജീവിതത്തിൻ്റെ ചില നിസ്സഹായ അവസ്ഥയിൽ നമ്മെ തള്ളിക്കളഞ്ഞ് കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ മനസ്സിലാക്കാതെ മാറ്റി നിർത്തുമ്പോൾ നമ്മുടെ മനസ്സ് കൂടുതൽ വേദനിക്കുന്ന നിമിഷമാണ്. എന്നാൽ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ചേർന്നിരിക്കുന്ന ഒരു കാരുണ്യം നിൻ്റെ ജീവിതത്തിലുണ്ട്. ആ ഒരു തിരിച്ചറിവിൻ്റെ മേഖലയിലേക്ക് ഇന്നത്തെ ദിവസം നമ്മുടെ മനസ്സിനെ നമുക്കൊരുക്കാം. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് പുല്ലുപോലെയാണ്. ആ പുല്ലുപോലുള്ള മനുഷ്യ ജീവിതത്തെ വില തരുന്നത്, പ്രതീക്ഷകൾ നൽകുന്നത്, പ്രത്യാശ നൽകുന്നത് ദൈവത്തിൻ്റെ വലിയ കാരുണ്യമാണ്. ആ കാരുണ്യത്തെ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നാം അനുഭവിക്കുന്ന വലിയൊരു പ്രകാശമുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന വലിയ ഒരു സ്നേഹത്തിൻ്റെ മേഖലയുണ്ട്. ആ ദൈവത്തിൻ്റെ ആ കാരുണ്യം, ആ ദൈവത്തിൽ ശരണം വെച്ചുകൊണ്ട് അനുദിനമായ ജീവിത മേഖലകളിലെ കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. തകർന്നുപോയ മനസ്സിൻ്റെ തലങ്ങളെ ബലപ്പെടുത്തുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹം, ജീവിതമാകുന്ന കുരിശും വഹിച്ചുകൊണ്ടുള്ള ജീവിതയാത്രയിൽ അതിനെ വഹിക്കുവാനുള്ള, അതിനെ തോളത്തേറ്റുകൊണ്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോകാനുള്ള ആ വലിയൊരു കൃപ, മുറിവേറ്റ് പിന്നെ ചേർത്ത് പിടിച്ച് സൗഖ്യം നൽകുന്ന ഒരു ദൈവം, നീ ആയിരിക്കുന്ന മേഖലയെ തൊട്ടനുഭവിക്കുവാൻ ദൈവം തരുന്ന തിരുമുറിവിൻ്റെ തലമാണ് ദിവ്യകാരുണ്യം. ആ കാരുണ്യത്തിൻ്റെ തലമാണ് ജീവിതത്തിൻ്റെ വഴി എന്താണെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുന്നത്. ആ കാരുണ്യത്തിൻ്റെ വലിയ തലം നമ്മെ കാണിച്ച സാന്നിധ്യമാണ് പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അമ്മ പറയുന്നത്, ഞാൻ എൻ്റെ ഹൃദയം ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുന്നു. ആ ആനന്ദമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും ചേർത്ത് പിടിച്ച് ക്ഷമിക്കുവാൻ നമുക്ക് കഴിയുന്നത്. ആ ആനന്ദമാണ് ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും സന്തോഷമുള്ളവരായിരിക്കാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ ആ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിലൂടെ അനുദിനമായ നമ്മുടെ ജീവിതങ്ങളെ ബലപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥന അന്തരീക്ഷം നമ്മുടെ മനസ്സിൻ്റെ തലങ്ങളിലും നമ്മുടെ ആത്മീയ മേഖലയിലും ബലപ്പെടുത്തിയെടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ആ ബലപ്പെട്ട് കിട്ടുന്ന ജീവിത മനസ്സിൻ്റെ മേഖലകൾ കർത്താവിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ജീവിതമായിരിക്കുന്ന തലങ്ങളിൽ പതറാതെ, തളരാതെ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ സ്നേഹവും കാരുണ്യവും നമ്മുടെ ബൗദ്ധിക തലങ്ങളിൽ നിന്നും മനസ്സിലാക്കാതെ നമ്മുടെ ഹൃദയം കൊണ്ട് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. അവിടെയാണ് പരസ്പരം സ്നേഹിക്കുവാൻ നമുക്ക് കഴിയുന്നത്. അവിടെയാണ് പരസ്പരം കരുതുവാൻ നമുക്ക് കഴിയുന്നത്. അവിടെയാണ് നമ്മുടെ ആയിരിക്കുന്ന കുടുംബജീവിതം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോ നിമിഷവും നമുക്ക് ഒരുക്കുവാൻ കഴിയുന്നത്. അവിടെയാണ് ചേർത്ത് പിടിക്കുന്ന ഒരു സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത്. ആ സ്നേഹമാണ് ശാന്തതയോടുകൂടി ജീവിതത്തിൻ്റെ തലങ്ങളെ ക്രമീകരിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. ശാന്തത നഷ്ടപ്പെട്ടു പോകുന്ന മേഖലയിൽ ശാന്തതയോടുകൂടി
നിനക്ക് വേണ്ടി മരിച്ചവൻ കാൽവീട് തിരുമാറിൽ നിന്നെ വീണ്ടെടുക്കുവാൻ, നിൻ്റെ ജീവിതത്തിൻ്റെ മേഖലകളിൽ കാരുണ്യമായി മാറുവാൻ ബലിയായി തീർന്നവൻ്റെ മുൻപിൽ ജീവിതത്തെ ചേർത്ത് പിടിച്ച് ഒരുക്കുവാൻ നമുക്ക് കഴിയണം. ആ ഒരുക്കൻ ജീവിത തലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ആ ഒരുങ്ങുന്ന ഒരു മേഖല നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ അനുഗ്രഹമായ ഇന്നത്തെ ദിനത്തിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. അമ്മ ജീവിതമേരിക്കുന്ന ഓരോ തലങ്ങളിലും ദൈവഭക്തിയിൽ ആഴപ്പെടാനും ജീവിതത്തിൻ്റെ ഓരോ മേഖലയിൽ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുവാനും ആ ആശ്രയ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ശക്തി നൽകുന്ന ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്ത് സ്നേഹിക്കുവാൻ, സങ്കീർത്തനത്തിനെ പോലെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അവൻ്റെ മുറിവുകൾ സൗഖ്യം നൽകുന്ന ആ വലിയ സ്നേഹം, അവൻ്റെ മുറിവുകളിലൂടെ നമ്മുടെ ജീവിതം പ്രത്യാശഭരിതമാക്കുവാൻ ദൈവം ഒരുക്കുന്ന സ്വർഗത്തിൻ്റെ കാരുണ്യത്തിൻ്റെ മേഖല, ആ ഒരു കൃപയുടെ മേഖല നമ്മുടെ ജീവിതത്തെ ഒരുക്കിയെടുക്കുമ്പോൾ ഓരോ സമയവും വിലപ്പെട്ടതാണ് എന്നുള്ള ഒരു തിരിച്ചറിവ്, ആ സമയത്തിന് വില കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതം ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും, ഒരു പുതിയ അനുഭവമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും. ആ പുതിയ സൃഷ്ടിയുടെ തലമാണ് നമ്മുടെ ജീവിതത്തിൽ അവനെ ചേർത്ത് പിടിച്ച് ഒരമ്മ മനസ്സ് നമുക്ക് പകർന്നു തരുന്ന ആ കൃപയോട് ചേർന്ന് നിൽക്കുമ്പോൾ സന്തോഷമുള്ള ജീവിതമായി നമ്മുടെ ജീവിതങ്ങൾ ഒരുങ്ങുവാൻ നമുക്ക് സാധിക്കുന്നത്. ആ സന്തോഷത്തിലേക്ക്, ആ ആനന്ദത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് പിടിക്കുന്ന ആ വലിയ സ്നേഹം, ആ സ്നേഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഓരോ നിമിഷവും നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ക്രമീകരിക്കുമ്പോൾ ആയിരിക്കുന്ന മേഖലകളിൽ മറ്റുള്ളവർക്കൊക്കെ സന്തോഷം പകരുന്ന ഒരു ജീവിതമായി മാറാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.